ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 10 മണിച്ചെടിയെ പറ്റിയാണ്. പേര് പോലെ തന്നെ രാവിലെ ഏകദേശം 10 മണിക്ക് വിടരുന്ന മനോഹരമായ പല കളറുകളിൽ വരുന്ന പൂവാണിത്. ഇതിൻ്റെ പൂവ് വളരെ സോഫ്റ്റും നല്ല ബ്രൈറ്റുമാണ്. വേഗത്തിൽ തന്നെ പൂക്കൾ വാടിപ്പോവുകയും ചെയ്യും. പരിപാലിക്കാനൊക്കെ ഈസി ആയിട്ടുള്ള ഈ ചെടി എല്ലാ പൂന്തോട്ടത്തിലും മസ്റ്റായിട്ടും ഉണ്ടാകേണ്ടതാണ്. നല്ല ജനപ്രിയ ചെടിയും കൂടിയാണിത്. ഇന്നത്തെ വീഡിയോ ഈ ചെടിയുടെ പരിപാലനവും പൂക്കൾ നന്നായി ഉണ്ടാകാനും എങ്ങനെയൊക്കെയാണ് നമ്മൾ നടേണ്ടത് എന്നതിനെ പറ്റിയുമൊക്കെയാണ്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യണേ. 9ഓളം ടിപ്സാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ്, സൺലൈറ്റ്. സൂര്യനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ഈ ചെടി. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് ഒരു 6 മുതൽ 8 മണിക്കൂർ നേരിട്ടുള്ള സൺലൈറ്റ് അത്യാവശ്യമാണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സമയത്ത് ഇത് നന്നായിട്ട് പൂത്തുലഞ്ഞു നിൽക്കും. അതേസമയം തണലുള്ള സമയത്തും മങ്ങിയ വെളിച്ചത്തിലുമൊക്കെ പൂക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണിത്. വെളിച്ചം കുറവാണെങ്കിൽ ഈ പൂക്കൾക്ക് വിരിയാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് സൺലൈറ്റ് മസ്റ്റാണ്. സെക്കൻഡ് ടിപ്സ് എന്ന് പറഞ്ഞാൽ നനവാണ്. മണ്ണിൻ്റെ മുകൾ ഭാഗം നല്ല ഡ്രൈ ആയതിൻ്റെ ശേഷമേ നനയ്ക്കേണ്ടതുള്ളൂ. പതിവായിട്ടുള്ള നനവ് ആവശ്യമില്ല. അമിതമായിട്ട് നനയ്ക്കുമ്പോൾ റൂട്ട് ചെയ്യലിന് കാരണമാവും. ഇതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ ടിപ്സ് ഇതിൻ്റെ മണ്ണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണ് അത്യാവശ്യമാണ്. മണൽ കലർന്നിട്ടുള്ള മിശ്രിതമാണ് നല്ലത്. വെള്ളമൊക്കെ വേഗം ഒഴുകിപ്പോകണം. ഫോർത്ത് ടിപ്സ് വളം. 10 മണിച്ചെടിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്കും രോഗങ്ങളും കീടങ്ങളും ഒക്കെ തടയുന്നതിന് വേണ്ടിയും നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് പോലുള്ള ജൈവവളം ഉപയോഗിക്കാം. അമിതമായ വളപ്രയോഗം പൂക്കൾ പൂക്കുന്നതിന് തടസ്സമായിരിക്കും. 5ാമത്തെ ടിപ്സ് ഇതിൻ്റെ ഡിസ്റ്റൻസാണ്. ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ കുറച്ച് അകലം പാലിച്ച് നടണം. ഇത് വേഗത്തിൽ സ്പ്രെഡാകുന്ന ഒരു ചെടിയാണ്. 6th ടിപ്സ് പ്രൂണിങ്. ഈ ചെടിക്ക് അങ്ങനെ വലിയ പ്രൂണിംഗ് ഒന്നും ആവശ്യമില്ല. സ്വയം വൃത്തിയാക്കുന്ന ഒരു ചെടിയാണിത്. മങ്ങിയ പൂക്കളൊക്കെ ചെടിയിൽ നിന്ന് തനിയെ വീഴുന്നതായിരിക്കും. എന്നിരുന്നാലും ചെടിയുടെ പഴയതും ഉണങ്ങിയതുമായ ഭാഗങ്ങൾ മുറിക്കുന്നത് നല്ലതായിരിക്കും. 7th ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കീടങ്ങളാണ്. മുഞ്ഞ, കൊതുകുകൾ, ഒച്ചുകൾ ഇവയാണ് ചെടിയെ നശിപ്പിക്കുന്ന പ്രധാന വില്ലന്മാർ. കൃത്യസമയത്ത് തന്നെ അത് കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ ഒന്നും പ്രശ്നമില്ല. 8th ടിപ്സ് ലാൻഡ്സ്കേപ്പിംഗ്. നടപ്പാതകളൊക്കെ അലങ്കരിക്കാനും തേനീച്ചകളെയും ചിത്രശലഭങ്ങളെയും ഒക്കെ ആകർഷിക്കാനും ഉള്ള ഒരു മനോഹരമായ അലങ്കാര പൂക്കളാണിത്. നെക്സ്റ്റ് പ്രൊപ്പഗേഷൻ, ലാസ്റ്റ് ടിപ്സ്. ഇത് വിത്ത് വഴിയും പിന്നെ ചെറിയ തണ്ടുകളൊക്കെ വെട്ടിയെടുത്തും നമുക്ക് പ്രചരിപ്പിക്കാവുന്നതാണ്. വളർത്തിയെടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ചെടിയാണിത്. ഈ 9 ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ആകർഷകമായ നിറങ്ങൾ കൊണ്ടും എളുപ്പത്തിലുള്ള പരിചരണം കൊണ്ടും ഏതൊരു പൂന്തോട്ടത്തിനും മനോഹാരിത നൽകുന്ന ഒരു ചെടിയാണ് 10 മണിച്ചെടി. താങ്ക്സ് ഫോർ വാച്ചിങ്.